ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ വേൾഡ് കപ്പിനിടെ അർജന്റീന ദേശീയ ടീമിന് ലഭിച്ച വിമർശനങ്ങൾ ഏറെയാണ്. അതായത് ഫിഫയും റഫറിമാരും അർജന്റീനയെ സഹായിക്കുന്നു എന്ന ആരോപണങ്ങൾ വിമർശകർ ശക്തമായി ഉന്നയിച്ചു. മാത്രമല്ല, അർജന്റീനയുടെ ഫൈനൽ മത്സരത്തെക്കുറിച്ച് ചില കോൺസ്പിറസി തിയറികളൊക്കെ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇതിലൊന്നും കാര്യമില്ല എന്നുള്ളത് അർജന്റീൻ താരങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ ഒന്നായിരുന്നു. ഇപ്പോഴിതാ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റായ ക്ലോഡിയോ ടാപ്പിയ ഈ വിഷയത്തിൽ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇതിനെല്ലാം പിറകിൽ പ്രവർത്തിച്ചത് അർജന്റീനയോട് കടുത്ത അസൂയയുള്ളവരാണ് എന്നാണ് ടാപ്പിയ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു വലിയ ക്യാമ്പയിൻ തന്നെ അർജന്റീനക്കെതിരെ വേൾഡ് കപ്പ് സമയത്ത് നടന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അർജന്റീനയെ കുറിച്ച് പ്രചരിച്ച ദുരൂഹ സിദ്ധാന്തങ്ങൾ എല്ലാം തന്നെ എന്നെ വളരെയധികം ദേഷ്യം പിടിപ്പിച്ചിരുന്നു. അർജന്റീന തുടർച്ചയായി വിജയങ്ങൾ നേടുന്നതും കിരീടങ്ങൾ നേടുന്നതും പലരെയും അലട്ടി. അർജന്റീന ആരാധകർ സന്തോഷത്തോടെ ഇരിക്കുന്നത് പലരെയും അലട്ടി. അതിൽ അസൂയ മൂത്തവരാണ് ഇതിനെല്ലാം പിറകിൽ. വേൾഡ് കപ്പിൽ എല്ലാ പരിധികളും ലംഘിക്കപ്പെട്ടു. ഓരോ മത്സരം കഴിയും തോറും അർജന്റീനക്കെതിരെ വലിയ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തി വന്നു. ഒരു കൂട്ടം ആളുകൾ അർജന്റീന ടീമിനെ മാത്രം ലക്ഷ്യം വെക്കുകയായിരുന്നു. അക്കാര്യത്തിൽ എനിക്ക് വലിയ ദേഷ്യമുണ്ട്. ഇതാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റായ ടാപ്പിയ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ആസൂത്രണം ചെയ്ത മീഡിയ ക്യാമ്പയിൻ ആണ് നടന്നത്. അർജന്റീനക്കെതിരെ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടന്നത്. അർജന്റീനയുടെ നേട്ടങ്ങളിൽ അസൂയ മൂത്തവരാണ് ഇതിനെല്ലാം പിറകിൽ എന്നൊക്കെയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നേരത്തെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അതായത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അർജന്റീനക്കെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച എല്ലാവരും നിരീക്ഷണത്തിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോൾ ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.